കേസുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 10 വർഷക്കാലം വളരെയേറെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന, ശോഭിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ലഭിച്ച വർഷം കൂടിയാണ്. പക്ഷേ പല അവസരങ്ങളിലും KSU നിശബ്ദമായി പോകുന്നുവെന്ന് പലതരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഗവർണർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് ഉയർന്നു കിട്ടത് ഗവർണർ SFI തർക്കം എന്നുള്ള നിലയിലാണ്. എന്താണ് അത്തരം അവസരങ്ങളിൽ KSUവിന് എന്തെങ്കിലും ഒരു സൈലന്റ് മോഡിലേക്ക് പോയി എന്ന് സ്വയം തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അതെന്നാന്ന് വെച്ചാൽ അതൊരു നറേഷനാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ എതിരാളികൾ പറയുന്ന ഒരു നറേഷനാണ്. നമ്മളിപ്പോൾ ഗവർണർ ഇഷ്യൂവിൽ നമ്മളൊരല്പം ബാക്കിലേക്ക് നിന്നു, SFI ഒരു ഹൈപ്പിലേക്ക് നിന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി വാട്ട് ഈസ് എ പ്രോബ്ലം വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് ദ ഗവർണർ? ഇവർ തമ്മിൽ, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ നല്ല അടയും ചക്കരയും പോലെയുള്ള ബന്ധമാണ് നല്ല രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇവർ പുറമേലേക്ക് കൊടുക്കുന്ന ഒരു നറേഷൻ എന്താണ്? ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ചെയ്യുകയാണ്, രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ എതിർക്കുന്ന ആളുകൾ ഞങ്ങളാണ്. പക്ഷേ ദർ ഈസ് എ ക്ലിയർ കട്ട് എവിഡൻസ്. എത്രയോ എക്സാമ്പിളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പറയുന്ന RSSുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് RSSൻ്റെ മെയിൻ ആളുകളുമായിട്ട് എന്തായിരിക്കണം, വാട്ട് ഷാൽ ബി ദ അജണ്ടാസ് ഓഫ് ദിസ് ഗവൺമെൻറ് എന്നത് പോലും പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്ന, എവിടെന്നെങ്കിലും നമ്മൾ എടുത്തിടുന്ന ഒരു ആരോപണമല്ല. എത്രയോ എക്സാമ്പിളുകൾ. ഞാൻ ചോദിക്കട്ടെ, CPIയുടെ ഒരു ലീഡർ ആനി രാജ, അവരാണ് പറഞ്ഞ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് RSSൻ്റെ വലിയ രീതിയിലേക്കുള്ള ഇൻ്റർവെൻഷൻ എന്തുണ്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ എത്രയോ മുഖ്യമന്ത്രിമാരെ ഈ പറയുന്ന ED ഉൾപ്പെടെ അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസീസ് വേട്ടയാടുമ്പോൾ വലിയ രീതിയിലേക്ക് ആരോപണങ്ങൾക്ക് വിധേയനായി നിൽക്കുന്ന, അതായത് ഈ പറയുന്ന ലാവ്ലിൻ കേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ എത്രയോ ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്, കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്, വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഇതിലെല്ലാം എത്തി നിൽക്കുമ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ ഈ പറയുന്ന സെൻട്രൽ ഏജൻസീസ് തൊടുന്നില്ല എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ദർ ഈസ് അണ്ടർസ്റ്റാൻഡിങ്, ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദോസ് ടു പേഴ്സൺസ്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്, BJP-കാരനാണ്, RSSകാരനാണ് ഈ ഗവർണർ. അപ്പോൾ ഈ ഗവർണർ ഏതെല്ലാം നിമിഷങ്ങളിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പിണറായി വിജയൻ ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിൽ, പ്രതിരോധത്തിൽ വരുന്ന ഘട്ടങ്ങൾ പിറ്റേ ദിവസം ഗവർണർ അങ്ങോട്ട് നിറഞ്ഞു തുള്ളി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം സർക്കാരിനുണ്ടാകുന്നു, CPM-നുണ്ടാകുന്നു. അതിനുശേഷം സോൺ ഗവർണർ ഇൻ്റർവ്യൂ ചെയ്ത് ഓരോ വിഷയങ്ങളായിട്ട് വരുന്നു. ബൈ ഇലക്ഷനുകൾ നടന്നിട്ട് ഈ സർക്കാർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഗവർണർ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്ലിയർ കട്ട് ഒരു അജണ്ടയാണ്. അതായത് സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ, പ്രതിരോധത്തിലാകുമ്പോൾ അവരുടെ രക്ഷകരായിട്ട് ആര് വരുന്നത്? ഗവർണർ വരുന്നു. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. അത് KSUൻ്റേതായിക്കൊള്ളട്ടെ, പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. സർക്കാരും ഗവർണറും കൂട്ടുകച്ചവടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് തല വെക്കേണ്ട കാര്യം നിലവിലില്ല. ഇവർക്ക് ഈ പറയുന്ന വലിയ രീതിയിലേക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് ഈ ഗവർണർക്കെതിരെ പോരാടാൻ, അല്ലെങ്കിൽ RSSനെതിരെ പോരാടാൻ എങ്കിൽ ഈ റീസെൻ്റായിട്ട് PM ശ്രീ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ പോയി ഈ പറയുന്ന കേരളത്തിലെ ഇവരുടെ മുന്നണിയിൽ തന്നെയുള്ള CPIയോടോ മറ്റ് ഘടകകക്ഷികളോടോ പോലും ചർച്ച ചെയ്യാതെ, ഡിസ്കസ് ചെയ്യാതെ, അവരെ അറിയിക്കാതെ ഒരു രാത്രിക്ക് രാത്രി ഡൽഹി പോയിട്ട് ഒപ്പിടുവാണ്. അതിൻ്റെ തലയാഴ്ച ഈ പറയുന്ന അമിത്ഷാ ആയിട്ട് നരേന്ദ്രമോദിയായിട്ട് പിണറായി വിജയൻ സെറ്റിൽമെൻറ്റ് ടോക്സ് എല്ലാം നടത്തിയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ട സംഭവം എന്താണ്? ഇവരൊരു അജണ്ട സെറ്റ് ചെയ്ത്, നറേഷൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് ഫ്രം ദ ബിഗിനിങ്, ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി നിൽക്കേണ്ട കാര്യമില്ല. ഇല്ല ഗവർണറും രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ്റും രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇവരുടെ ഫൈറ്റ് എന്തിൻ്റെ പേരിലായിരുന്നു? ഈ പറയുന്ന വൈസ് ചാൻസലർമാരെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. എന്തായിരുന്നു ഫൈറ്റ്? SFI സംസ്ഥാന സെക്രട്ടറി രാജ്ഭവൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നു, വെല്ലുവിളിക്കുന്നു, ഗവർണറെ തടയുന്നു, ഈ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു 1.5 മാസത്തിന് മുമ്പ് ഈ പറയുന്ന കേരളത്തിലെ 2 വൈസ് ചാൻസലർമാരെ വെച്ചു. ഒന്ന് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ആൾ, ഒന്ന് ഗവർണർക്ക് താല്പര്യമുള്ള ആൾ. SFI മൗനവ്രതത്തിലായിരുന്നു. PM ശ്രീയുടെ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും SFI ഒരു നിലപാടെടുക്കാതെ അവരുടെ മുന്നണിയിൽ തന്നെയുള്ള ASF
AISFന്റെ ഒരു സംസ്ഥാന നേതാവാണ് പറഞ്ഞത് SFIക്കാർക്കൊരു എന്ത് ചെയ്തു, ഒരു SFI സംസ്ഥാന ഭാരവാഹികൾക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഉപദേശം കൊടുത്തു. നിങ്ങളൊരു സമരത്തിന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ മുണ്ട് താത്തിയിട്ടിട്ട് പോകണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കാവി കളസം കാണുമെന്ന് പറഞ്ഞതാരാണ്? ഇവരുടെ മുന്നണിയിൽ തന്നെയുള്ള AISFന്റെ നേതാവാണ്. അതായത് വളരെ ക്ലിയർ ആയിട്ട് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിലേക്ക് പോകുമ്പോൾ എന്നിട്ട് ഇവർ വലിയ സമര നാടകം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്രയോ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു, ഇവരതിലൊരു സ്റ്റാൻഡ് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്കൊരു മെല്ലെപ്പൊക്ക് നയമില്ല. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകരരുത്. ഓവർ പൊളിറ്റിസൈസേഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകരരുത്, തളരരുത് എന്നത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഞങ്ങൾ അതുകൊണ്ട് വളരെ സസൂക്ഷ്മം ഇടപെടേണ്ട വിഷയങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഈ ഗവർണറുടെ വിഷയത്തിൽ ഞങ്ങൾ സമരം നടത്തിയില്ല എന്നാരാ പറഞ്ഞത്? പിന്നെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായിട്ട് സമരം ചെയ്യുമ്പോൾ അതിന് അല്പം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിഷയമായിട്ട് പറഞ്ഞ് ഞാൻ 7-8 ദിവസം റിമാൻഡിൽ പോയി ജയിലിൽ കിടന്ന ഒരാളാണ്. ഇതിനെതിരെ സമരം നടത്തി ഇതിൻ്റെ പേരിൽ ഈ പിണറായി വിജയൻ സർക്കാരാണ് അകത്ത് പിടിച്ചിട്ടത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സമരം നടക്കുന്ന സമയത്ത് SFIക്കാർ എങ്ങനെയാണ് മോനെ, കുട്ട, വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ താലോലിച്ചുകൊണ്ട് പോകുന്ന രംഗം കണ്ടു. ഞങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങളുടെ തലയടിച്ചു പൊളിക്കുന്നു, വലിയ രീതിയിലേക്കുള്ള മൃഗീയമായിട്ടുള്ള മർദ്ദനങ്ങൾ, ലാത്തി ചാർജുകൾ, ജയിലറുകൾ. അപ്പം സെറ്റ് ഇട്ടുകൊണ്ടുള്ള SFIയുടെ ഇത്തരം നാടകങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ളൊരു നയം ഉള്ളത് കൊണ്ടാണ്